ഹായ് വെൽക്കം ടു ഇംഗ്ലീഷ് ബിബ്ലിയോത്തേക്ക. ഐ ആം സുജിത ശിവദാസ്. ഇന്ന് നമ്മുടെ മുൻപിലുള്ള പോം മൈ ലാസ്റ്റ് ടച്ചസ്, റോബർട്ട് ബ്രൗണിങ് എഴുതിയ മൈ ലാസ്റ്റ് ടച്ചസ്. ഒരു ഫേമസ് പോമാണ്. ഇതൊരു ഡ്രമാറ്റിക് മോണോലോഗാണ്. ഇതിൻ്റെ ആദ്യത്തെ ടൈറ്റിൽ എന്ന് പറയുന്നത് മൈ ലാസ്റ്റ് ടച്ചസ് ആയിരുന്നില്ല. ഇറ്റലി എന്നായിരുന്നു ഇതിൻ്റെ ഫസ്റ്റ് നെയിം. 1842 ഇത് പബ്ലിഷ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പേര് ഇറ്റലി എന്നായിരുന്നു. പക്ഷേ 1849 ഇറ്റലി എന്നുള്ള പേര് മാറ്റി, ആ ഒരു ടൈറ്റിൽ മാറ്റിയിട്ട് മൈ ലാസ്റ്റ് ടച്ചസ് എന്നാക്കുമായിരുന്നു. ഇതിൻ്റെ സബ് ടൈറ്റിൽ കണ്ടാൽ മനസ്സിലാവും. ഫെറാറ ഒരു സ്ഥലപ്പേരാണ്. അവിടെയുള്ള ഡ്യൂക്കിൻ്റെ കോർട്ടിൽ വെച്ച് നടക്കുന്ന ഒരു കോൺവെർസേഷനാണ് ഈ ഒരു മൈ ലാസ്റ്റ് ഡച്ചസിൽ പറയുന്നത്. ഇവിടെ ഒരു സ്പീക്കർ വേണം, അതേപോലെ തന്നെ ഒരു ലിസണർ വേണം. ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയുമ്പോൾ ഒരാൾ സംസാരിക്കുന്നുണ്ടായിരിക്കും, ആ സംസാരിക്കാൻ വേറൊരാളത് കേൾക്കുന്നുണ്ടായിരിക്കും. ഇവിടെ സ്പീക്കർ എന്ന് പറയുന്നത് അൽഫോൻസോ ദ സെക്കൻഡ്, ഫെറാറയുടെ ഡ്യൂക്കായിട്ടുള്ള അൽഫോൻസോ ദ സെക്കൻഡ് ആണ്. ഇത് കേൾക്കുന്നത് ഇദ്ദേഹം അൽഫോൻസോ ദ സെക്കൻഡ് ഓൾറെഡി ഒരു മാരേജ് കഴിഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വൈഫിനെ കൊന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൈഫിനെ അദ്ദേഹം തന്നെയാണ് വകവരുത്തിയത് എന്നുള്ള ഒരു റൂമർ ആ നാട്ടിൽ മൊത്തം പരക്കുന്നുണ്ട്. ആ സമയത്താണ് ഇദ്ദേഹത്തിന് സെക്കൻഡ് മാരേജിന് വേണ്ടിയിട്ട് ഒരു പ്രപ്പോസലായിട്ട് ഒരാൾ വരുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒരു എൻവോയിയാണ്. അദ്ദേഹം വന്ന് ഇങ്ങനെ അദ്ദേഹത്തിനോട് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വയ്ക്കുന്ന സമയത്ത് അൽഫോൻസോ ദ സെക്കൻഡ് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് റൂമിലേക്ക് കൊണ്ടുപോവാണ്. ആ പ്രൈവറ്റ് റൂമിലേക്ക് കൊണ്ടുപോയി ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഡച്ചസ് ആയിട്ടുള്ള ലുക്രീഷ്യയുടെ ഒരു പോർട്രേറ്റ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു പോർട്രേറ്റ് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കോൺവേഴ്സാണ് ഇവിടെ ഈ ഒരു പോത്തിൽ കാണുന്നത്. ഇത് തുടങ്ങുന്നു, ദാറ്റ്സ് മൈ ലാസ്റ്റ് ഡച്ചസ് എന്ന് തുടങ്ങി ഒറ്റ സ്റ്റാൻസ മാത്രമേ ഉള്ളൂ. അതിൽ തുടങ്ങി ലാസ്റ്റ് അവസാനിക്കുന്നത് വിച്ച് ക്ലൗസ് ഓഫ് ഇൻസ്ബ്രൂക്ക് കാസ്റ്റ് ഇൻ ബ്രോൺസ് ഫോർ മീ. ഈ ഒരു പോത്തിൽ പറയുന്നൊരു സമ്മറി എന്ന് പറയുമ്പോൾ ഇതിൽ ഈ ഒരു ഡ്യൂക്ക് പ്രൈവറ്റ് റൂമിലേക്ക് കയറി വന്നു, ഒരു പെയിൻറ്റിങ് അൺവെയിൽ ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളത് ലുക്രീഷ്യയുടെ പെയിൻറ്റിംഗ് ആയിരുന്നു. ഇദ്ദേഹം ലുക്രീഷ്യനെ കല്യാണം കഴിച്ചത് 3 വർഷം മുൻപാണ്. ആ 3 വർഷം മുൻപ് കല്യാണം കഴിച്ചു. അതിനുശേഷം 3 വർഷത്തിന് ശേഷം ഇവളെ വകവരുത്തിയത് ഡ്യൂക്കാണെന്നുള്ള ഒരു കിംവദന്തി പരക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഇത് തുറക്കുമ്പോൾ പറയാണ്, മീൻസ് ഈ ഒരു പെയിൻറ്റിങ് കാണിച്ചു കൊടുത്ത് പറയാണ്, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇത് വരച്ചത് ആരാണ്? ഫ്രാ പാൻഡോൾഫാണ്. ഇറ്റ്സ് എ ഫാദർ, ഒരു ഫാദർ ആയിരുന്നു അദ്ദേഹം, പുരോഹിതനായിരുന്നു. അദ്ദേഹമാണ് ഇത് വരച്ചത്. ഒരു ദിവസം എടുത്തിട്ടാണ് ഇത് വരച്ചത്. ഒരു ദിവസം മാത്രമേ ഇതിനെടുത്തിട്ടുള്ളൂ. അത്രയും ആ ഒരു ദിവസത്തിനുള്ളിൽ അദ്ദേഹം ഇത്ര നന്നായിട്ട് അവളുടെ ഓരോ ഗ്ലാൻസും എന്ത് ചെയ്യാൻ പറ്റി, ആ ഒരു പെയിൻറ്റിങ്ങിലേക്ക് കൊണ്ടുവരാൻ ആർക്ക് പറ്റി? ഫ്രാ പാൻഡോൾഫിന് പറ്റി. ഇതിൽ 1 or 2 തവണ ഇദ്ദേഹത്തിൻ്റെ കഴിവിനെ ഇദ്ദേഹം പ്രകീർത്തിക്കുന്നുണ്ട്. ഫ്രാ പാൻഡോൾഫിൻ്റെ കഴിവിനെ സ്റ്റാർട്ടിങ്ങിൽ അതൊരു ബോസ്റ്റിംഗ് ആയി തോന്നുമെങ്കിലും പക്ഷേ അവസാനത്തേക്ക് നമുക്ക് മനസ്സിലാവും അതൊരു ഫ്രാ പാൻഡോൾഫിൻ്റെ കഴിവിനെ പ്രകീർത്തിക്കുന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇതിൽ പറയുന്നുണ്ട്, ഇത്രയും നന്നായി ഒരു ദിവസം കൊണ്ട് അവളുടെ ഓരോ ചലനങ്ങളും അദ്ദേഹത്തിന് ഈ ഒരു പെയിൻറ്റിങ്ങിൽ ഒപ്പിയെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതൊരിക്കലും ഞാൻ അടുത്ത് നിൽക്കുന്നത് കൊണ്ടല്ല, മീൻസ് ഡ്യൂക്ക് പെയിൻറ്ററുടെ അടുത്ത് നിൽക്കുന്നത് കൊണ്ടല്ല. കാരണം അവൾ വെറും ഹസ്ബൻഡിനോട് മാത്രമല്ല, പുറത്ത് കാണുന്ന എല്ലാവരോടും ഇതേപോലുള്ള ആ ഒരു പ്ലസൻറ്റ് ഫേസ് ആയിരുന്നു അവൾ പ്രസൻറ്റ് ചെയ്തിരുന്നത്. അവളൊരു ഈസിലി ഫ്രജൈലായിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു. അവളെ സന്തോഷിപ്പിക്കാൻ വളരെ ഈസി ആയിരുന്നു. അവളെ ആരെങ്കിലും ഒരു മ്യൂളിനെ കണ്ടാൽ വരെ അതിൽ സന്തോഷം കണ്ടെത്താൻ കഴിയും. അതുപോലെ കുറച്ച് ചെറീസ് ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിനും അവൾ പുഞ്ചിരി നൽകും. ഇങ്ങനെ എല്ലാറ്റിനോടും ഒരു നന്ദിയും എല്ലാറ്റിനോടും ഒരു പ്ലീസിങ് ആറ്റിറ്റ്യൂഡുമുള്ള ഒരാളായിരുന്നു ഈ പറയുന്ന ടച്ചസ്, നമ്മുടെ ലുക്രീഷ്യ. അപ്പോൾ ഈ ഒരു ചിരി, ഈ ഒരു സ്മൈൽ, ഈ ഒരു ബ്ലഷ് എന്ന് പറയുന്നത് ഡ്യൂക്കിനെ സംബന്ധിച്ചിടത്തോളം അതൊരു റൂയിൻഡ് ഫാക്ടറാണ്. അദ്ദേഹത്തിൻ്റെ 900 years ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് ഹിസ് ഫാമിലി, ആ ഒരു എസ്റ്റേ ഫാമിലിയുടെ 900 വർഷം പഴക്കമുള്ള ആ ഒരു റെപ്യൂട്ടേഷനെ വരെ ബാധിക്കാവുന്ന തരത്തിൽ ഇവളുടെ ചിരി മാറിയപ്പോൾ അദ്ദേഹത്തിന് വേറെ വഴിയില്ലായിരുന്നു എന്നാണ് ഈ ഓരോ ലൈൻസിലും കാണിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു ചെറീസിനും മ്യൂളിനും എല്ലാം കിട്ടുന്ന അതേ ചിരി തന്നെ, ആ സെയിം സ്മൈൽ തന്നെയായിരുന്നു അവൾ എനിക്കും നൽകിയിരുന്നത്. വെൻ ഐ പാസ്ഡ് ഹെർ, അവളെ ഞാൻ പാസ് ചെയ്ത് പോകുന്ന സമയത്തും അവൾ എനിക്ക് തരുന്ന ചിരിയും ഇതേ സ്മൈലായിരുന്നു. അപ്പോൾ അതിലെ ഒരു ലൈൻ പറയുന്നുണ്ട്,
ദെൻ ഓൾ സ്മൈൽസ് സ്റ്റോപ്ഡ് ടുഗെദർ. അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ ചിരിയും ഞാൻ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. അതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഡ്യൂക്ക് തന്നെ ആയിരിക്കാം ഡച്ചസിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളത്. അതുപോലെ ഇതിൽ അവളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഒബ്ജക്റ്റ്. വെറും വസ്തു മാത്രമായിട്ടാണ് ഇതിൽ ഡച്ചസിനെ ഡ്യൂക്ക് കണ്ടിരുന്നത്. ലാസ്റ്റ് ഈ ഒരു പോകത്തിൻ്റെ ലാസ്റ്റ് കാണാം, നോട്ടീസ് നെപ്റ്റ്യൂൺ ദോ ടേമിങ് എ സീ ഹോഴ്സ് തോട്ട് എ റേരിറ്റി വിച്ച് ക്ലൗസ് ഓഫ് ഇൻസ്ബ്രൂക്ക് കാസ്റ്റ് ഇൻ ബ്രോൺസ് ഫോർ മീ. ഇവിടെ ഈ ഒരു പോർട്രേയിൽ ബ്രൗണിങ് കൊടുത്തിട്ടുള്ളത് നെപ്റ്റ്യൂൺ സീഹോഴ്സിനെ ടേം ചെയ്യാണ്. അതുപോലെ തന്നെ ആയിരിക്കും ഇനി വരുന്ന ഈ കഴിഞ്ഞ ലുക്രീഷ്യയുടെ സെയിം ഫെയ്റ്റ് ആയിരിക്കും ഇനി വരുന്ന ഡച്ചസിനും ഉള്ളത് എന്ന് കാണിക്കാനാണ് പോകത്തിൻ്റെ ലാസ്റ്റ് ഇങ്ങനെ ഒരു എൻഡിങ് ബ്രൗണിങ് കൊടുത്തിട്ടുള്ളത്. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.